80കളിലാണ് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന കമ്പനി ഫോം ചെയ്യുന്നത്. ഇന്ത്യക്ക് വേണ്ടി വളരെ ചീപ്പും എക്കണോമിക്കലുള്ള കാർ നിർമ്മിക്കുകയായിരുന്നു ഈ കമ്പനിയുടെ ലക്ഷ്യം. ഈ ഒരു കാർ നിർമ്മിക്കാനായി മാരുതി ഫോക്സ് വാഗനെയും നിസാനെയും മിത്സുബിഷിനെയും സുസുക്കിനെയും എല്ലാവരെയും സമീപിച്ചിരുന്നു. എന്നാൽ അവസാനം കഴിഞ്ഞത് സുസുക്കി മാത്രമായിരുന്നു. അങ്ങനെയാണ് സുസുക്കിയുടെ ഗ്ലോബൽ ഓൾട്ടോ മോഡൽ 1983 നമ്മുടെ മാരുതി 800 ആയി മാറുന്നത്. 48,000 രൂപയോളായിരുന്നു ഈ വണ്ടിയുടെ അന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ആളുകൾ ലക്ഷറിയും പിക്കപ്പും മൈലേജും എല്ലാം വിലയിരുത്തിക്കൊണ്ടിരുന്നത് 800 വെച്ചായിരുന്നു. 6 മാസം മുതൽ 3 വർഷം വരെയൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടി ബുക്ക് ചെയ്ത് കാത്തിരിക്കണമായിരുന്നു. 3 മില്യണോളമാണ് ഈ ഒരു സെക്കൻഡ് ജനറേഷൻ ഓൾട്ടോ സുസുക്കി വിറ്റിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും വിറ്റ് പോയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ഡ്രൈവിംഗ് അറിയാവുന്ന എല്ലാ ഇന്ത്യക്കാരും ഒരു തവണയെങ്കിലും നമ്മുടെ 800 ഓടിച്ചിട്ടുണ്ടായിരിക്കും. അത്രയ്ക്ക് പോപ്പുലറാണ് 800 എന്ന് പറഞ്ഞ ഈ ഒരു വാഹനം. 2014 ഈ ഒരു വാഹനം നമ്മുടെ ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ആകുന്നത്. ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.